ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ബോളിയാണ്. ട്രിവാൻഡ്രത്തൊക്കെ ഇത് എന്താ പറയുക ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു സംഭവമാണ് ബോളിയും പായസം എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഞാൻ കണ്ണൂരാണ്, ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. ഇവിടെ എവിടെയും കിട്ടുന്നില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ എവിടെയോ ഒരു സ്പോട്ടുണ്ട്, പക്ഷേ പോയിട്ടില്ല. വീട്ടിൽ തന്നെ പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ അത്ര കറക്റ്റായിട്ടും ഇല്ല. അങ്ങനെ നമ്മളതിന്ന് പരീക്ഷിക്കാൻ പോവുകയാണ്. ഞാനൊരു 1/2 കപ്പ് കടലപ്പരിപ്പാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അത് എന്നിട്ട് കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞളിട്ട് വേവിച്ചിട്ടുണ്ട്. ഒരു 2-3 വിസിൽ അത് നോക്കിയിട്ട് നല്ലോണം വെന്ത് കിട്ടണം. നല്ല എന്താ പറയുക, ഇങ്ങനെ കുഴഞ്ഞ് കിട്ടാനല്ല, നല്ലോണം വേവണം കേട്ടോ. എന്നിട്ട് അതിന് ശേഷം നമ്മൾ പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. അങ്ങനെ മൈദയും 1 കപ്പ് എടുത്തിട്ടുണ്ട്, പഞ്ചസാരയും 1 കപ്പ് എടുത്തിട്ടുണ്ട്. രണ്ടും ഒരേ അളവിലാണ് എടുത്തിട്ടുള്ളത്. പഞ്ചസാരയിൽ നിന്നിട്ട് ഒരു 3-4 ഏലക്ക ഇട്ടിട്ട് അതൊന്ന് ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കുക. അതിനുശേഷം 1 കപ്പ് അളവിൽ മൈദ എടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്കും ഒരു നുള്ളുപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ നമ്മൾ നേരത്തെ ഫൈനായിട്ട് പൊടിച്ച് വെച്ച പഞ്ചസാരയും ഏലക്കയും കൂടി പൊടിച്ച് വെച്ചതുണ്ടല്ലോ, അത് ഒരു 1.5 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 സ്പൂൺ നെയ്യും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ലൊരു സോഫ്റ്റായിട്ട് നമ്മൾ കുഴച്ചെടുക്കണം. എന്നിട്ട് ലാസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ല സോഫ്റ്റായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. മാവ് കുഴച്ചെടുക്കണം. എന്നിട്ട് അത് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യിലും പിന്നെ സൺഫ്ലവർ ഓയിലും കൂടെ മിക്സ് ആക്കിയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്താ പറയുക, അത് നല്ലോണം ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട്. എന്നിട്ട് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടും മാവ്. ആ ഒരു സമയം കൊണ്ട് നമുക്ക് പരിപ്പ് ഒന്ന് റെഡിയാക്കിയെടുക്കാം. അങ്ങനെ പരിപ്പ് ഒരു ജാറിലിട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. നല്ലോണം വെന്തിട്ടുണ്ടെങ്കിൽ അത് നന്നായിട്ട് പൊടിച്ച് കിട്ടും, ഫൈനായിട്ട് പൊടിഞ്ഞ് കിട്ടും. ഇനി വേവ് കുറവാണെങ്കിൽ അവിടെ ആയിട്ട് എന്താ പറയുക പരിപ്പിൻ്റെ ഭാഗങ്ങളൊക്കെ ഉണ്ടാവും, പൊടിയാതെ കിടക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ എൻ്റെതും നന്നായിട്ടൊന്ന് ഫൈനായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടില്ല. ഇനി ആ പൊടിച്ച പരിപ്പ് നമ്മളൊരു പാനിലിട്ടിട്ട് നല്ലോണം ഒന്ന് ചൂടാക്കിയെടുക്കുക. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ചൂടാക്കിയെടുക്കുക. കുറച്ച് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും 1 സ്പൂൺ നെയ്യും കൂടെ അതിൻ്റെ അകത്ത് ഇട്ടിട്ട് നല്ലോണം ഒന്ന് ചൂടാക്കിയെടുക്കുക. അതിൻ്റെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറിക്കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ അകത്തേക്ക് നേരത്തെ പൊടിച്ച് വെച്ച പഞ്ചസാര ഉണ്ടല്ലോ, അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് അതൊരൊറ്റ ബോളായി കിട്ടുന്നത് വരെ നമ്മളത് മിക്സാക്കിക്കൊണ്ടിരിക്കുക. എന്നിട്ട് ആ പരിപ്പ് നമ്മളിങ്ങനെ ഒരു 10-11 ഉരുള എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട്, ഉണ്ടകൾ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അതുപോലെ കുഞ്ഞു ഉരുളകളാക്കി വെക്കുക. ഇത് അരിപ്പൊടിയാണ്. എന്നിട്ട് മാവ് കുഴച്ചെടുക്കുക. ഒരു എന്താ പറയുക ചപ്പാത്തിക്കെല്ലാം ഇതാക്കുന്നത് പോലെ ഒന്ന് ബൗളാക്കി എടുത്തിട്ട് ഒന്ന് പരത്തി കൊടുക്കുക. ഞാനിവിടെ ഇല എടുത്തിട്ടുണ്ട്. കയ്യിൽ പരത്തി കൊടുക്കുന്നവർക്ക് അങ്ങനെയാകാം. നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക. ഞാനിവിടെ അധികം നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചില്ല, കാരണം എനിക്ക് അത്ര ടൈമില്ലായിരുന്നു. എന്താ പറയുക 1/2 hour പോലും മര്യാദയ്ക്ക് കിട്ടിയില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ നന്നായിട്ട് സോഫ്റ്റൊന്നും ആയിട്ടില്ല. നിങ്ങളൊരു 1-1.5 മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടും. ഇതുപോലെ നന്നായിട്ട് പരത്തി കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഈ ഉരുളകൾ വെച്ച് കൊടുക്കുക. ഒരു പരിപ്പിൻ്റെ ഉരുള ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തിട്ട് ആ ഒരു ഉരുള കോട്ട് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള മൈദ മാത്രം അതിൻ്റെ അകത്തേക്ക് മതി. ബാക്കി വരുന്നത് നമുക്കെടുത്ത് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഇതും നന്നായിട്ടൊന്ന് റൗണ്ട് ഷേപ്പിൽ ആവുന്നത് വരെ എന്നല്ല, ഒരു അത്യാവശ്യം ഷേപ്പ് ആവുന്നത് വരെ ഒന്ന് ഉരുട്ടിയെടുക്കുക. എന്നിട്ടിങ്ങനെ പരത്തി കൊടുക്കുക. എന്നിട്ട് ഈ അരിപ്പൊടിയിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മളൊന്ന് പരത്തിയെടുക്കുക. നല്ല നൈസായിട്ട് പരത്തിയെടുക്കാൻ പറ്റുകയാണെങ്കിൽ അതാണ് നല്ലത്. പരിപ്പ് നല്ലോണം ഒന്ന് അടിഞ്ഞ് കിട്ടാത്തത് കൊണ്ടാണ് കുഞ്ഞായിട്ട് ചെറിയ പീസായിട്ട് അവിടെ കിടക്കുന്നുണ്ട് കണ്ടോ. എന്നിട്ട് നമ്മളത് അപ്പുറം ഇപ്പുറം ഒന്ന് ചുട്ടെടുക്കണം. ചുടുമ്പോൾ കുറച്ച് നെയ്യൊന്ന് അതിൻ്റെ മുകളിൽ ഒന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക.
ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതും പാനിൽ വെച്ചുകൊണ്ട് എവിടെയെങ്കിലും എന്തെങ്കിലും പണിയെടുക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കരിഞ്ഞ് കിട്ടും കേട്ടോ. നന്നായിട്ട് കരിഞ്ഞിട്ടില്ല, എന്നാലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നല്ല ബ്രൗൺ കളർ അടിച്ചിട്ടുണ്ട്. അപ്പോൾ പായസമൊക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മളുണ്ടാക്കിയത് പാൽപ്പായസമാണ് കേട്ടോ. ഏത് പായസത്തിന് കൂടി നമുക്ക് കഴിക്കാൻ പറ്റും. പക്ഷേ പാലട പായസമാണ് ഇതിന് ഫേമസ് ആയിട്ട് പറയുന്നൊരു സംഭവം. നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് പാൽപ്പായസമാണ് കേട്ടോ. അപ്പോൾ അടിപൊളിയാണ് ഇത് കൂട്ടി കഴിക്കാനായിട്ട്. രണ്ടിൻ്റെയും കോമ്പിനേഷൻ ഭയങ്കര അടിപൊളിയാണ്. പക്ഷേ എൻ്റെ ബോളി പെർഫെക്റ്റ് ആയോ എന്ന് ചോദിച്ചാൽ ആയിട്ടില്ല. ഇതിന് മുന്നേ ഞാൻ 2-3 പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ കഴിക്കാത്തവരുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കുക, പുറത്ത് പോയിട്ട് കഴിക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ. അപ്പോൾ ട്രിവാൻഡ്രത്ത് എപ്പോഴെങ്കിലും പോവുകയാണെങ്കിൽ എനിക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഇതിൻ്റെ ആക്ച്വൽ ടേസ്റ്റ് എന്താണെന്ന് അറിയണമല്ലോ. അപ്പോൾ ഞങ്ങളുണ്ടാക്കി കഴിക്കുന്നു, അതിൻ്റെ ആക്ച്വൽ ടേസ്റ്റ് എന്താണെന്ന് നമുക്കറിയില്ല. ഞാൻ ഉണ്ടാക്കുന്നത് തന്നെയാണ് അതിൻ്റെ ടേസ്റ്റ് ഇവിടെ. അപ്പോൾ ഇതിലെന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റായിട്ട് പറയണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.